എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ആദ്യം ഒന്നാമത്തെ ഫയലായ ഈ നായ ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്, അത് നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരിക്കലും സാധിക്കില്ല എന്നാണ്. നിങ്ങളങ്ങനെ കരുതുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണം നിങ്ങൾക്കതിന് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നിങ്ങളോട് പലരും പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നു, സാഹചര്യങ്ങൾ അങ്ങനെ പോകുന്നു. നിങ്ങളത് എഴുതിത്തള്ളിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ആഗ്രഹം എന്നേക്കുമായിട്ട് എഴുതിത്തള്ളുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തി. നിങ്ങളെ സംബന്ധിച്ച് ആ ആഗ്രഹം ഇനിയില്ല. നിങ്ങളെ സംബന്ധിച്ച് ആ ആഗ്രഹമല്ലാതെ ഇനി മറ്റൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ പ്രതീക്ഷ കളഞ്ഞു. ഞാനിനി ഇതൊന്നും നേടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനതെല്ലാം വിട്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ ഇനി സാധിക്കാൻ പോകുന്നില്ല. ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നേടാൻ എനിക്ക് സാധിച്ചില്ല. ഇനി അങ്ങനെ ഒരു മുന്നേറ്റം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വിജയത്തെ, ആ ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി എനിക്കൊരിക്കലും ആഗ്രഹമൊന്നും നടക്കില്ല എന്നാണ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന സമയത്ത് നടക്കാത്ത കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഈ സമയത്ത് നടക്കും. കാരണം ഈശ്വരൻ നിങ്ങളിലേക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി, ആ ശക്തി നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ആഗ്രഹം സാധിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളും, നിങ്ങളുടെ കഴിവ് കുറവ്, നിങ്ങളുടെ സാഹചര്യം, അതൊക്കെ നിങ്ങൾക്ക് കാരണങ്ങളായിട്ട് പറയാം. പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹവും തീരുമാനവും ഇല്ലാത്തതിൽ മാത്രമാണ് ആ ആഗ്രഹങ്ങൾ ഇതുവരെ സാധിക്കാതിരുന്നത്. ഇനി അത് ലഭിക്കുകയാണ്. അത് ലഭിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനും അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്നു. എല്ലാ പ്രതീക്ഷയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു പ്രതിസന്ധിയും ഇനി നിങ്ങളെ വന്ന് ഭവിക്കില്ല. എല്ലാം അവസരങ്ങളായി മാറും. ജീവിതത്തിൽ നിങ്ങൾ കണ്ട, കേട്ട, മനസ്സിലാക്കിയ ഏറ്റവും നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ എന്നെന്നും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളെ ഈശ്വരൻ എത്തിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കും. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക, പ്രതീക്ഷയോടെ ഇരിക്കുക. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്. നിങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസമായിരുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കും, നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും, നിങ്ങൾ വിജയിച്ചിരിക്കും. ആളുകൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു, നിങ്ങളാണ് വിജയിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കഴിവുണ്ട്, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ചില ആളുകൾ അമിതമായ ആത്മവിശ്വാസം നൽകി. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ മടിയനോ മടിച്ചിയോ ആകാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ വിജയിക്കുമെന്നും നിങ്ങളെപ്പറ്റി ഒരുപാട് പൊക്കി പറഞ്ഞപ്പോഴും നിങ്ങൾ അതിലെല്ലാം വീഴും എന്നാണ് അവർ കരുതിയത്. അവർ കരുതിയതുപോലെ സംഭവിച്ചു. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചില്ല, നിങ്ങൾ പ്രയത്നിച്ചില്ല, മനസ്സുരുകിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ വന്നില്ല. എല്ലാം ഞാൻ നേടും, മറ്റുള്ളവർ പോലും പറഞ്ഞില്ലേ എന്നുള്ള ധാരണയായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ ഈ മറ്റുള്ളവർ നിങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചവരായിരുന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിച്ചവരല്ല. അവർ നന്മയിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിച്ച് നിങ്ങൾ വലിയ ആളാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് നടക്കുകയായിരുന്നു. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണ് വിജയിക്കുന്നതെന്ന് അവർ പറയാൻ ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾ അതിലൊരു ആത്മീയമായ ചിന്തയിൽ നിന്ന് അകന്നുപോയി. എൻ്റെ കഴിവ് കൊണ്ട് മാത്രം ഞാൻ ജയിക്കാൻ പോകുന്നു, ഞാൻ നേടാൻ പോകുന്നു എന്നുള്ള ചിന്ത നിങ്ങളിലും വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളിലേക്കും നിങ്ങളുടെ പഴയകാല ചിന്തയിലേക്കും മടങ്ങണമായിരുന്നു. അതൊക്കെ തെറ്റാണെന്ന് കരുതി ചില ആളുകൾ നിങ്ങളെ ഇടക്കാലം കൊണ്ട് മാറ്റിയെടുക്കാൻ വന്നു. അവരുടെ ഉദ്ദേശം നിങ്ങളുടെ സ്ഥായിയായ സൗഭാഗ്യത്തെ ഇല്ലാതാക്കാനായിരുന്നു. അവരുടെ തീരുമാനപ്രകാരം നിങ്ങൾ പല രീതിയിലും സഞ്ചരിച്ചു. ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല, ഞാൻ വഴിതെറ്റിയാണ് പോകുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നിരുന്നു. അന്ന് നിങ്ങൾക്ക് ഉണരാൻ കഴിഞ്ഞില്ല. കാരണം ആ സ്വാധീനം വന്ന് ഭവിച്ച ആൾക്കാർ ദുസ്വാധീനത്താൽ നിങ്ങളെ
വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. അതിൽ നിങ്ങൾ വീണു. വഴിതെറ്റിപ്പിക്കാൻ ശ്രമിച്ചവർ വിജയിച്ചു. പക്ഷെ ആത്യന്തികമായി നിങ്ങളുടെ മനസ്സിലെ നന്മയും കുറ്റബോധങ്ങളും നിങ്ങളെ ഉണർത്തും. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ കഴിവിനെ ഇല്ലാതാക്കാൻ, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കില്ല, നിങ്ങൾ വിജയിക്കും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജിയോടെ ജീവിതത്തിൻ്റെ പോസിറ്റീവ് തലങ്ങളിൽ നിങ്ങൾ എത്തുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇനൊന്നും ഭയപ്പെടാനില്ല. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. ഈശ്വരൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ അനുഭവിച്ച യാതനകളും വേദനകളും മാറി ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജിയോടെ, ഒരു കരുത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ, നിങ്ങളാരെയും വഞ്ചിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, അത് കണ്ടെത്തപ്പെടുകയും അത് വിജയിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ആഘോഷിക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.